ഹായ് ഗൈസ്, ഇന്ന് നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള ഒരു ഓഥറിൻ്റെ ഒരു പോയാണ് റോബർട്ട് ഫ്രോസ്റ്റ്. റോബർട്ട് ഫ്രോസ്റ്റിൻ്റെ ഹോം ബറിയൽ എന്ന പോയാണ് ഞാൻ എടുക്കാൻ പോകുന്നത്. നമുക്ക് റോബർട്ട് ഫ്രോസ്റ്റ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരുപാട് പോയംസ്, ഒരുപാടില്ലെങ്കിലും നമ്മൾ പഠിച്ചിട്ടുള്ള പോയംസ് ഒരിക്കലും മറക്കാൻ പറ്റില്ല. റോബർട്ട് ഫ്രോസ്റ്റിൻ്റെ റോഡ് നോട്ട് ടേക്കണാണെങ്കിലും അതിൽ ടു റോഡ്സ് ഡൈവേഴ്സ്ഡ് ഇൻ എ വുഡ് എന്ന് പറയുന്ന വരി, മെൻഡിങ് വാളിൽ ഗുഡ് ഫെൻസസ് മേക്ക് ഗുഡ് നൈബേഴ്സ് എന്ന വരി, സ്റ്റോപ്പിംഗ് ബൈ ദ വുഡ്സിൻ്റെ സ്നോയി ഈവനിങ്ങിൽ പ്രോമിസസ് ആൻഡ് പ്രോമിസസ് ടു കീപ് മൈൽസ് ടു ഗോ എന്നുള്ള ആ ഒരു കുറച്ച് വരികൾ. അപ്പോൾ അങ്ങനത്തെ ഒരുപാട് അടിപൊളിയായിട്ടുള്ള നേച്ചർ പോയംസ് എഴുതിയിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് നമുക്ക് റോബർട്ട് ഫ്രോസ്റ്റിനെ അറിയാം. പക്ഷേ ഹോം ബറിയൽ എന്നുള്ള ഈ ഒരു പോയം അതിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തമാണ്. കാരണം ആളുടെ എല്ലാ വർക്കുകളും നമ്മൾ പഠിച്ചിട്ടുള്ള എല്ലാ വർക്കുകളും ചെറുതായിട്ടെങ്കിലും ആ ഒരു നേച്ചർ സംബന്ധമായിട്ടുള്ളതാണ്. എന്തായാലും റോബർട്ട് ഫ്രോസ്റ്റിൻ്റെ ഒരു പ്രത്യേകത, there will be something to read between the lines. റോഡ് നോട്ട് ടേക്കണിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ ഒരു വഴിയിൽ ഏതെങ്കിലും ഒരു വഴി കണ്ടുപിടിച്ച് അല്ലെങ്കിൽ തെറ്റായ വഴി കൂടിയാണോ ശരിയായ വഴി കൂടിയാണോ പോകുന്നത്, ആ ഒരു ചെറിയ സംഭവമല്ല. ജീവിതത്തിലെ ഡിലമേനെ കാണിക്കുന്നത് പോലെ മെൻഡിങ് മോഡിൽ ജസ്റ്റ് രണ്ട് ഫാമിൻ്റെ ഇടയിലുള്ള ഒരു വാളിനെ കുറിച്ചിട്ടുള്ള തർക്കമല്ലാതെ രാജ്യങ്ങൾ തമ്മിലുള്ള വാൾ അരുത് എന്നുള്ള ആ ഒരു തോട്ട്, അങ്ങനെ ഒരുപാട് ഡീപ്പറായിട്ടുള്ള കാര്യങ്ങൾ ഒരു സെക്കൻഡ് ലെയർ ഇട്ടുകൊണ്ടായിരിക്കും എപ്പോഴും റോബർട്ട് ഫ്രോസ്റ്റ് ആളുടെ എഴുത്തുകൾ ഉണ്ടാവുക. ആളതിനെ തന്നെയാണ് ബിലീവ് ചെയ്തിരുന്നത്. ആ ഒരു കൂടുതൽ ലെയർ ആ പോയത്തിന് ഇടുമ്പോൾ അതിൻ്റെ ഭംഗിയൊന്ന് കൂടും. ഹോം ബറിയലും ആ ഒരു ലെയർ ഉണ്ട്, പക്ഷേ ബാക്കിയുള്ളതിനെക്കാട്ടിലും ഇത്രയും കൂടിയും ഇമോഷണലാണ്, ഫീലിംഗ് തരുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് പോയത്തിലോട്ട് പോകാം. ഹോം ബറിയൽ എന്നുള്ള പോയം ഒരു ഭാര്യ ഭർത്താവ് റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ടുള്ളതാണ്. അങ്ങനെ നമുക്ക് അസ്യൂം ചെയ്യാം. സിമ്പിളായിട്ടുള്ള ഒരു തോട്ടാണ്. ഒരു കുട്ടി, അവരുടെ ഫസ്റ്റ് ബോൺ ചൈൽഡ് മരിക്കുകയും അപ്പോൾ അവർ രണ്ടുപേരും തമ്മിലുള്ള ആ ഒരു കമ്മ്യൂണിക്കേഷനും അവരുടെ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യുന്നതാണ് നമുക്ക് ഇതിൽ കാണാൻ പറ്റുന്നത്. ഓക്കെ, ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, എങ്ങനെയാണ് ഒരു കുട്ടിയുടെ മരണം അവരുടെ ഭാര്യയുടെയും ഭർത്താവിൻ്റെയും റിലേഷൻഷിപ്പ് തന്നെ, അവരുടെ ഒരു ഫാമിലി തന്നെ ഇല്ലാണ്ടാക്കുന്നത്. കാരണം നമുക്കറിയാൻ പറ്റും, അവരുടെ ഫാമിലി, ഒരു ഫാമിലി എന്ന് പറയുന്നത് അത് മക്കളിലൂടെയാണ് പിന്നെയും ജോയിൻ്റ് ആവുന്നത്. കാരണം അവരുടെ മക്കളാണ് അവർ രണ്ടുപേരും, ഭാര്യയും ഭർത്താവിനും, ഈവൻ ദോ ദേ ഹാവ് നോട്ട് ദ സെയിം സ്പാർക്ക് ബിറ്റ്വീൻ ദം, അവരെ അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത്, അവർ ഫാമിലീനെ ഒരുമിച്ച് നിർത്തുന്നത് ആ ഒരു ചിൽഡ്രനാണ്. ഇവിടെ കാണാൻ പറ്റുന്നത് അവരുടെ ഏക കുഞ്ഞ് മരിച്ചു പോകുന്നതാണ്. ഓക്കെ, പിന്നെ ഹോം ബറിയൽ എന്ന ടൈറ്റിലിനെ കുറിച്ച് ഞാൻ പറയാം. ഹോം ബറിയൽ ടൈറ്റിൽ ഈ പോയം നമുക്ക് വായിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്ലിയറായിട്ട് മനസ്സിലാവുന്ന ടൈറ്റിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വീട്ടിൽ തന്നെ ഒരു ഗ്രേവ് യാർഡ് ഉണ്ട്. ഇപ്പോൾ നമുക്ക് അറിയാം, നമ്മുടെ ഇവിടെ കേരളം അല്ലെങ്കിൽ അടുത്തൊക്കെ നമുക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മനസ്സിലാവുന്നത്, പുറത്തുള്ള ആൾക്കാരാണ് കൂടുതലും പുറത്ത് കൊണ്ടുപോയി ബറി ചെയ്യുന്നത്. നമുക്ക് ഇത്രയും കൂടിയും ഫാമിലി അല്ലെങ്കിൽ ആ ഒരു വീടിൻ്റെ അടുത്ത് തന്നെ ബറിയൽ സ്പോട്ട്സ് ഉണ്ടാവും. ഇവിടെ ദഹിപ്പിക്കുക അല്ലെങ്കിൽ ഇവിടെ കുഴിച്ചിടുക, അങ്ങനത്തെ ഒരു സംവിധാനങ്ങൾ. ആൻഡ് ദിസ് ഗായ് ഹാസ് ദാറ്റ് സെയിം സിനാരിയോ എന്നാണ് പറയുന്നത്. അപ്പോൾ ആള് ആ വീടിൻ്റെ അടുത്ത് തന്നെ, വീട്ടിൽ തന്നെ ആ കുട്ടിയെ കുഴിച്ചിട്ടുകയാണ് ആ ഗ്രേവ് യാർഡിൽ. ഓക്കെ, അപ്പോൾ അതാണ് ഹോം ബറിയലിൻ്റെ ഫസ്റ്റ് ലൈൻ, ദ ഫസ്റ്റ് ലെയർ, റോബർട്ട് ഫ്രോസ്റ്റിൻ്റെ ഫസ്റ്റ് ലെയർ കാണിക്കുന്നത്. പക്ഷേ ദർ ആർ മച്ച് മോർ ലെയർ. ആ ഒരു ഡീപ്പർ ലെയറാണ് ഹോം ബറിയൽ എന്നുള്ളത്. അവരുടെ ഫാമിലി, മാരേജ് റിലേഷൻഷിപ്പ്, വീട്ടിൽ തന്നെ their relationship is being buried.
they does not long have any more of that spark, അല്ലെങ്കിൽ they doesn't have a reason to be still married. അതിനുള്ള റീസൺ നമുക്ക് വഴിയെ കേൾക്കാം. ഓക്കെ, അപ്പോൾ ആ ഒരു ഓപ്പണിംഗ് ലൈൻസ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദ ഹസ്ബൻഡ് സീസ് ദ വൈഫ് ഫ്രം ദ ബോട്ടം ഓഫ് ദ സ്റ്റേഴ്സ്. ഭാര്യ അങ്ങനെ അടിഭാഗത്ത് നിൽക്കുന്നതായിട്ടാണ് ആൾ കാണുന്നത്, സ്റ്റേഴ്സിൻ്റെ. ഇതിൽ സ്റ്റേഴ്സ് തന്നെ ഒരു മെറ്റഫറാണ്. ഐ വിൽ ബി കമ്മിങ് ടു ദാറ്റ്. ആ ഒരു പോയം ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഭർത്താവും മുകളിലും ഭാര്യ താഴെയും അങ്ങനെ അവർ ഇൻ്റർചേഞ്ച് ചെയ്ത് നിൽക്കുന്നതും, അവരുടെ സംസാരങ്ങളും, ഭാര്യ ഒരു സ്ഥലത്തേക്ക് നോക്കുന്നതും, പിന്നെ ഭാര്യ ഫീലിങ്സ് തുറന്നു പറയുന്നതും ആണ് ക്ലിയർലി ഈ പോയം. അവരുടെ സംസാരങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാം. ഭാര്യയുടെ മുഖത്ത് ഒരു ചെറിയ പേടി നമുക്ക് ക്ലിയർലി എവിഡൻ്റ് ആണ്. ബിക്കോസ് സ്റ്റാർട്ടിങ് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഷീ ഈസ് ക്ലിയർലി അൺഹാപ്പി. ആൻഡ് പിന്നെ നമുക്ക് വി ഗെറ്റ് ടു നോ ദ റീസൺ. ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദ ഡെത്ത് ഓഫ് ഹെർ ചൈൽഡ്, ഹെർ ഓൺലി ചൈൽഡ്, ഹെർ ഫസ്റ്റ് ബോൺ. അപ്പോൾ അതാണ് അവളെ ട്രബിൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതിനോടൊപ്പം ഷീ ട്രൈസ് ടു വാക്ക് എവേ ഫ്രം ഹിം. എന്തുകൊണ്ടാണ് അവനിൽ നിന്ന് അവൾ അകന്നു പോകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കിപ്പോൾ മനസ്സിലാവില്ല. പക്ഷെ വെൻ വി ഗോ ഇൻ ടു ദ പോയം വി വിൽ ഗെറ്റ് ദ റിയൽ ഐഡിയ ബിഹൈൻഡ് ഇറ്റ്. അപ്പോൾ അദ്ദേഹം വന്ന് ചോദിക്കേണ്ട, ഹസ്ബൻഡ് വന്ന് ചോദിക്കേണ്ടത്, നീ എന്താണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്, ആ വിൻഡോയിലൂടെ സ്റ്റെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആൾ അതേ സെയിം പൊസിഷനിൽ വന്ന് നോക്കുമ്പോൾ ഹീ സീസ് ഇറ്റ്. ആൻഡ് വാട്ട് ഹീ സീസ്, ഹീ സേസ് സംതിങ്. ആൾ കാണുമ്പോൾ ആൾ ഭാര്യയോട് ചോദിക്കുന്നുണ്ട്, നീ എന്ത് കിടന്ന് നോക്കണേ, എന്താണ്. പക്ഷെ ആ സ്പോട്ടിൽ നിന്ന് നോക്കുമ്പോൾ ഹി ഗീവ്സ് സംതിങ്. ആൾ പറയും, ഓ ജസ്റ്റ് ദാറ്റ് ഐ സീ. അപ്പോൾ ആ ഒരു ഗ്രേവ് യാർഡ് നോക്കിയിട്ട് ആൾ പറയുന്നത്, സംഭവം ഇതാണ്, ഞാൻ കണ്ടു. ആൻഡ് ഷീ ടെൽസ് ഓർ ഷീ റിട്രോട്സ്. എന്താണ് പറയുന്നത്? യു ഡോണ്ട് ടെൽ മീ വാട്ട് ഇറ്റ് ഈസ്. ഭാര്യ ക്ലിയർ ആയിട്ട് പറയുന്നു, നിങ്ങൾ കാണുന്നില്ല, എന്താണ് അവിടെ ഉള്ളതെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല. ബിക്കോസ് ഹി ഡസൻ ഗെറ്റ് ദാറ്റ് ഫീലിങ്സ്, ഹി ഡസൻ ഹാവ് ഇമോഷൻസ് ആസ് പെർ ഹിസ് വൈഫ് സേസ്. അദ്ദേഹം വെറും ഒരു ഗ്രേവ് യാർഡാണ് കാണുന്നത്, where his ancestors lie. And he says that, ആളൊരു കമൻറ്റും പറയുന്നുണ്ട്, ഇറ്റ് ജസ്റ്റ് ലുക്സ് ലൈക്ക് ഫ്രം ദ ഡിസ്റ്റൻസ്, ഒരു ബെഡ്റൂം സൈസേ ഉള്ളത് ദൂരെ നിന്ന് നോക്കുമ്പോൾ. പക്ഷേ ഇവിടെ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന വേറൊരു കാര്യമുണ്ട്. ഹിയർ ഹിസ് ബെഡ്റൂം ടു ഹാസ് ബീൻ എ ഗ്രേവ് യാർഡ്, ബിക്കോസ് ദർ ഹാസൻ ബീൻ ദ ചൈൽഡ്, ദ ഫസ്റ്റ് ബോൺ, who would make them happy. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അങ്ങനെ ഹി സ്റ്റാർട്ട്സ് ടോക്കിംഗ് അബൌട്ട് ദ ചൈൽഡ്സ് ഗ്രേവ്. ആ ഒരു ഗ്രേവിനെ കുറിച്ചിട്ടും ആ ഒരു മൗണ്ടിനെ കുറിച്ചിട്ടും ആ മുകളിൽ വെച്ച് പലകയെ കുറിച്ചൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ ഷീ ജസ്റ്റ് ഗെറ്റ്സ് ഇറിറ്റേറ്റഡ്. ഷീ ജസ്റ്റ് സീസ് ഡോണ്ട് ആൻഡ് ഷീ കാൻ ബെയർ ഈവൻ ദ മെൻഷൻ ഓഫ് ദ ഡെത്ത് ഓഫ് ദ ചൈൽഡ്. അപ്പം ആ ഒരു ടോപ്പിക്ക് കേൾക്കാൻ തന്നെ ഭാര്യയ്ക്ക് സുഖമില്ല. ബിക്കോസ് നോ മദർ വുഡ് ഗെറ്റ് ഇൻ, എന്താ പറയുക, ആ ഒരു ഒരിക്കലും അത് മറക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു ടോപ്പിക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് സഹിക്കാൻ പറ്റില്ല ഒരമ്മയ്ക്കും. കാരണം സ്വന്തം കുട്ടിയുടെ മരണത്തെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പം അങ്ങനെ ഒരാൾ, സ്വന്തം ഭർത്താവ് ആ ഫീലിംഗ് മനസ്സിലാക്കാത്ത ആ മരിച്ച കുട്ടീനെ കുറിച്ച് പറയുമ്പോൾ അവളുടെ മനസ്സിലുള്ള ഫീലിങ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനൊരു മനുഷ്യൻ്റെ അടുത്ത് പോലും നിൽക്കാൻ എനിക്ക് പറ്റില്ല. ഹിസ് പ്രോക്സിമിറ്റി, ഈവൻ ഹിസ് ക്ലോസ് പ്രോക്സിമിറ്റി മേക്സ് ഹർ ഡു നട്ട്സ്. ബിക്കോസ് ആളത്രയും ഇൻസെൻസിറ്റീവാണ്. അവളുടെ ഗ്രീഫ് എന്താണ്, വിഷമം എന്താണ്, ഡിഫിക്കൽറ്റി എന്താണ് എന്ന് മനസ്സിലാക്കുന്നില്ല.
അവൾക്കത് ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അവൾ സ്റ്റേഴ്സിൽ നിന്ന് അടിയിലേക്ക് ഇറങ്ങുകയും അയാളെ ഒന്ന് നോക്കുകയും അപ്പോൾ വാതിലിങ്ങനെ തുറക്കാൻ പോവുകയാണ്, പുറത്തേക്ക് ഇറങ്ങി പോവാൻ. ഷീ ജസ്റ്റ് വാണ്ട് ടു ഗെറ്റ് ഔട്ട് ഓഫ് ദാറ്റ് ഹൗസ് ബിക്കോസ് ദാറ്റ് ഹൗസ് ഹാസ് ബീൻ എ ഡെഡ് പ്ലേസ് ഫോർ ഹർ. അപ്പോൾ ആൾ ചോദിക്കും, വാട്ട്, എന്താ അവിടെ ഉണ്ടായേ? കൺ എ മാൻ സ്പീക്ക് ഓഫ് ഹിസ് ഓൺ ചൈൽഡ് ഹി ഹാസ് ലോസ്റ്റ്. എനിക്ക് നഷ്ടപ്പെട്ട എൻ്റെ മോനെ കുറിച്ചിട്ട് എനിക്കിവിടെ സംസാരിക്കാൻ പോലും പറ്റില്ലേ. വി ക്യാൻ സീ ദാറ്റ് ഹീ ഈസ് ജസ്റ്റ് ബീയിങ് ഹാർട്ട്ലെസ്. ഒരു ഹൃദയമില്ലാത്ത ഒരാളെ പോലെ സംസാരിക്കാൻ നമുക്ക് തോന്നാം. അപ്പോൾ ആൾ പറയാം, അവൾ പറയുന്നുണ്ട്, ഐ ഫീൽ സഫക്കേറ്റഡ് എന്നുള്ളൊരു രീതിയിൽ. ആൻഡ് ഷീ ജസ്റ്റ് വാണ്ട് ടു ലീവ് ദാറ്റ് റൂം, ലീവ് ദാറ്റ് ഹോം. ആളെന്താ പറയണെന്ന് വെച്ചാൽ, ആമി, ആൻഡ് ഹെർ നെയിം ഇസ് ആമി, ആമി ഡോണ്ട് ഗോ ടു സമൺ എൽസ്. അവിടെ നമുക്ക് വീണ്ടും ഒരു ഡീപ്പർ മീനിങ് കാണാം. ബിക്കോസ് ആൾ പറയുന്നുണ്ട്, നീ ഈ വിഷമം കൊണ്ട് വേറെ ആരുടെയെങ്കിലും അടുത്ത് പോവല്ലേ, ലെറ്റ്സ് ജസ്റ്റ് ടോക്ക് ഇറ്റ് ഔട്ട്. നീ എൻ്റെ അടുത്ത് പറ എന്താ നിൻ്റെ വിഷമം എന്ന്, നമുക്കത് സോൾവ് ചെയ്യാം. കാരണം ഒരു ഭർത്താവും അത് ആക്സെപ്റ്റ് ചെയ്യില്ല. ബിക്കോസ് സ്വന്തം ഭർത്താവിൻ്റെ അടുത്ത് പറയാതെ ഷീ ഈസ് ടെല്ലിങ് ഇറ്റ് ഹെർ ഫീലിങ്സ്, ഹെർ ഇമോഷൻസ് ആൻഡ് everything, opening her heart to someone else, whether it be a friend or their family. അപ്പോൾ ആൾക്ക് തന്നെ അതൊരു ഇൻസൾട്ട് പോലെയാണ് ഫീൽ ചെയ്യുന്നത്. നീ അത് എൻ്റെ അടുത്ത് പറ, നീ അത് വേറെ ആരുടെ അടുത്തും പറയണ്ട എന്നുള്ള രീതിയിൽ. അപ്പോൾ പക്ഷേ അദ്ദേഹത്തിന് ഈ ഒരു സ്ത്രീയെ ഇത്രയും നാൾ ഒരുമിച്ച് കഴിഞ്ഞ് ഈ ഒരു സ്ത്രീയെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നാണ് ആളുടെ ഫീലിംഗ്. ബട്ട് ദ സെയിം ഇസ് ദ കേസ് ഓഫ് ഹെർ. കാരണം ഇവൾക്കും ഇങ്ങനൊരു മനുഷ്യനാണ് എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ബിക്കോസ് ഷീ കാൻറ്റ് ഈവൻ റിലേറ്റ് ടു ഹെർ ഫീലിങ്സ് ടു. ഓക്കെ, ആൻഡ് ഹി കാൻറ്റ് അണ്ടർസ്റ്റാൻഡ് ഹെർ ടു. ഓക്കെ, ആൻഡ് ഹി സേസ്, my words are nearly always an offense. I don't know how to speak of anything. എനിക്കറിയില്ല എന്താ പറയേണ്ടത്, നീ പറയ്, ഞാൻ എന്താ പറയണ്ടേ എന്നുള്ളൊരു ചോദ്യമാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു സിനാരിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്രയും നാൾ ഒരുമിച്ച് നിന്നിരുന്ന ഒരു വ്യക്തി പെട്ടെന്നൊരു ഏലിയൻ അല്ലെങ്കിൽ കംപ്ലീറ്റ് സ്ട്രേഞ്ചർ ആകുമ്പോൾ പരസ്പരം ഉണ്ടാകുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പാണ് അവിടെ കാണുന്നത്. അവർക്ക് പരസ്പരം സംസാരിക്കാൻ പോലും ആ ഒരു പ്രോക്സിമിറ്റി അവരെ അനുവദിക്കുന്നില്ല. ഒരു ഫീലിങ്സ്, ലാക്ക് ഓഫ് ദാറ്റ് ഫീലിങ്സ് ആണ് അവിടെ ഉണ്ടാവുന്നത്. അപ്പോൾ ആൾ പറയുന്നുണ്ട്, എനിക്ക് എങ്ങനെയാണ് നിൻ്റെ അടുത്ത് ബിഹേവ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. ആൾ പറയുന്നുണ്ട്, എന്ത് അഗ്രിമെൻറ്റ്, എന്ത് കണ്ടീഷൻസ് വേണമെങ്കിലും ഞാൻ ഇന്ന കാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നില്ല, അല്ലെങ്കിൽ നീ അത് പറഞ്ഞതാ, അപ്പോഴല്ലേ എനിക്കറിയുള്ളൂ. അപ്പോൾ ഹീ ഈസ് ജസ്റ്റ് ട്രൈങ് ടു ബി ഓക്കെ ടൈപ്പ്. നമുക്കിത് പറഞ്ഞ് തീർക്കാം, ലെറ്റ്സ് ജസ്റ്റ് ടോക്ക് ഇറ്റ് ഔട്ട് എന്നുള്ള രീതിയിൽ. പക്ഷേ അവൾക്ക് അത് കേൾക്കാനുള്ളൊരു പേഷ്യൻസ് പോലും ഇല്ല. അവൾ പുറത്തേക്ക് ഇറങ്ങുകയും ഡോർ നോബ് തുറക്കാനുള്ള ആ ഒരു ഇതിൻ്റെ ഇടയിലാണ്. അപ്പോൾ ഇത് കുറച്ച് ട്രബിളിങ് ആണ്, നമുക്ക് അറിയാം. അപ്പോൾ ആ സമയത്ത് ഹി ആസ്ക്സ്, ഗിവ് മീ മൈ ചാൻസ്, ഐ ഡു തിങ്ക് ദോ യു ഓവർ ടു ഇറ്റ് എ ലിറ്റിൽ. അപ്പോൾ ആൾ പറയാണ്, നീ ഇത് വീട്ടുകാരുടെ അടുത്തൊന്നും പറയുന്ന അങ്ങനത്തെ കാര്യങ്ങളൊന്നും വേണ്ട, എനിക്കറിയാം, നീ എനിക്കൊരു ജസ്റ്റ് ചാൻസ് താ, എനിക്കറിയാം ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ഫോർ യു വിത്തൗട്ട് യുവർ ചൈൽഡ്, യു ബീയിങ് എ മദർ ആൻഡ് ഓൾ ഓഫ് എ സഡൻ യു ആർ നോട്ട്, ബട്ട് സ്റ്റിൽ ഡീപ് ഡൗൺ യു ആർ സ്റ്റിൽ ദാറ്റ് കെയറിങ് ലവിങ് മദർ. അപ്പോൾ അത് പറയുന്നത്, യു ജസ്റ്റ് മേക്ക് മീ ആംഗ്രി, you make me helpless, I will come down to you. അപ്പോൾ ഇനി ഞാൻ ആ സ്റ്റേഴ്സിൻ്റെ മെറ്റഫർ പറയാം. ഇവള് മുകളിൽ, അയാൾ താഴെ, അല്ലെങ്കിൽ വൈസ് വേഴ്സ. ആൻഡ് ദേ വർ നെവർ ഓൺ ദ സെയിം പ്ലെയിൻ. ഒരുമിച്ച് മുഖാമുഖം നോക്കി ഒരേ നിരപ്പായിട്ടുള്ള സ്ഥലത്ത് ഒരു സ്റ്റെയറിൻ്റെ ഒരു സ്റ്റെപ്പിൽ ഒരുമിച്ച് ഉണ്ടായിട്ടില്ല.
വിച്ച് ഷോസ് ദാറ്റ് ദ ചേഞ്ച് ഇൻ ഫീലിങ്സ്. അപ്പോൾ ഒരേ പ്ലെയിനിൽ നിൽക്കാൻ അവർക്ക് പറ്റില്ല എന്ന് കാണിക്കുന്ന ഒരു സംഭവമാണ്. ദേ കാൻ ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ഈച്ച് അതർ. അപ്പോൾ ലാക്ക് ഓഫ് കമ്മ്യൂണിക്കേഷൻ തന്നെയാണ് ക്ലിയർലി അവിടെ കാണിക്കുന്നത്. എ മാൻ കാൻ സ്പീക്ക് ഓഫ് ഹിസ് ഓൺ ചൈൽഡ് ദാറ്റ്സ് ഡെഡ്. അവൾ വീണ്ടും പറയാം, ആൻഡ് ഷീ സേസ് യു കാൺട്ട് ബിക്കോസ് യു ഡോണ്ട് നോ ഹൗ ടു സ്പീക്ക്. എനിക്കറിയില്ല, എന്നാൽ നിനക്ക് സംസാരിക്കാൻ അറിയില്ല എന്ന് പറയാം. ഇറ്റ് ഈസ് ജസ്റ്റ് ഈസി ഫോർ എ മാൻ ടു ജസ്റ്റ് ടെൽ അബൌട്ട് ഹിസ് ലോസ്റ്റ് ചൈൽഡ്, ബട്ട് ഫോർ എ മദർ അത് ഒരുപാട് ഡിഫിക്കൽട്ടാണ്. അവിടെ ഒരു ഹീറ്റഡ് ഡയലോഗാണ്. ദ പോയം ഇസ് കംപ്ലീറ്റ്ലി എ ഹീറ്റഡ് ഡയലോഗ് ബിറ്റ്വീൻ എ ഹസ്ബൻഡ് ആൻഡ് എ വൈഫ്, ബട്ട് they just all of a sudden talk like complete strangers. We don't see that love, that passion, that care in them anymore. കാരണം അവൾ പറയുന്നത് ഐ ഹാവ് റീസൺസ് നോട്ട് ടു ലവ് യു എന്ന് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. ആൻഡ് ദ ബിഗ്ഗസ്റ്റ് വൺ ഓർ ദ ഇൻസെയിൻ തിങ് ഫോർ വൺ ടു സേ, അവൾ പറയുന്നത് യു ഡിഗ് യുവർ ഓൺ ചൈൽഡ്സ് ഗ്രേവ്. നീ നിൻ്റെ തന്നെ മോൻ്റെ ഗ്രേവാണ് ഡിഗ് ചെയ്ത്. അപ്പം നിനക്ക് അത്രയും ഫീലിങ്സ് ഇല്ല, നീ അത്രയും ഹാർട്ട്ലെസ് ആണ്, കാരണം നിങ്ങൾക്ക് വേറെ ആരെ കൊണ്ടെങ്കിലും അത് ചെയ്യിക്കായിരുന്നു എന്ന് പറയുന്നുണ്ട്. പിന്നെ ആൾ ഡിഗ് ചെയ്ത് ആ കുഴി കുഴിച്ച് കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് വരുമ്പോൾ ഹി ജസ്റ്റ് ടെൽസ് വൺ തിങ്, ഹി ജസ്റ്റ് റിമാർക്സ് 3 foggy morning and 1 rainy day will rot the best birch fence a man can build. അപ്പോൾ ബേർച്ച് ഫെൻസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. 3 ഫോഗി മോർണിംഗ്സും ഒരു റെയിനി ഡേയും ഉണ്ടെങ്കിൽ ആ ഒരു ബേർച്ച് ഫെൻസ് റോട്ടാവാം എന്ന് പറയുന്നുണ്ട്. ബട്ട് ദ വേർഡ് റോട്ട് ദാറ്റ് ജസ്റ്റ് ഗെറ്റ്സ് സ്റ്റക്സ് ഇൻ ഹെർ ഹെഡ്. ഒന്നാമത് ഇങ്ങനത്തെ ഒരു സിനാരിയോ ആണ്, ആൻഡ് ഹി ഡസൻറ്റ് ഈവൻ വാണ്ട് ടു ടെൽ ദാറ്റ്, ബട്ട് ഹി ഈസ് എ ഫാർമർ. ഹി ഹാസ് സർട്ടൻ കൈൻഡ് ഓഫ് that thing going in, and men doesn't know what to speak at the right time as per woman would say. Okay, അപ്പോൾ ആ ഒരു തോട്ട് പറയുന്നുണ്ട് ഇവിടെ. അപ്പോൾ അവർ ചോദിക്കുകയാണ്, മരിച്ചു കിടക്കുകയാണ് നിങ്ങളുടെ മോൻ, സോറി മോനോ മോളോ ആരാന്നറിയില്ല നമുക്ക്, മരിച്ചു കിടക്കുകയാണ് നിങ്ങളുടെ ചൈൽഡ്, ആൻഡ് യു ആർ ടെലിങ് അബൌട്ട് റോട്ടിങ് ബിക്കോസ് ഷീ നോസ് ഡീപ് ഡൗൺ കുറച്ച് ദിവസങ്ങൾക്കകം ദാറ്റ് ചൈൽഡ് കുഡ് ബി റോട്ടിങ്. ഓക്കെ, അപ്പോൾ ആ ഒരു തോട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഇങ്ങനെ പറയാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഇത്രയും നാൾ ഒപ്പമുണ്ടായിരുന്ന സ്നേഹിച്ചിരുന്ന ആ വ്യക്തി തന്നെയാണോ ഇയാൾ എന്ന് അവൾക്ക് കൺഫ്യൂഷൻ തോന്നുകയാണ്. After he just comes after digging his own child's grave. Even after all this, he doesn't understand. അതാണ് ഏറ്റവും വലിയ കാര്യം. ആൾ പറയാം, there you have said it all and you feel better. You won't go now. You're crying. Close the door. The heart's gone out of it. Why keep it up? I mean, that's someone coming down the road. ആൾ പറയും, നീ അത് പറഞ്ഞു, ആ ഒരു കാരണം നീ എന്താണെന്ന് പറഞ്ഞു. ഓക്കെ, നീ എന്തുകൊണ്ട് എന്നെ ഇഷ്ടപ്പെടുന്നില്ല, അല്ലെങ്കിൽ ആ ഒരു റിഗ്രറ്റ് ഫീലിംഗ് അല്ലെങ്കിൽ ആ ഒരു ഫീലിംഗ് നിനക്ക് എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത് നീ പറഞ്ഞു. യു ആർ ഫീലിംഗ് ബെറ്റർ ബിക്കോസ് യു ഓപ്പൺഡ് അപ്പ് യുവർ ഹാർട്ട്. നീ വാതിലടക്കി ആരോ വരുന്ന ശബ്ദം കേൾക്കേണ്ടത്, നീ കരയാണ്, നീ വെറുതെ ഒരു സീൻ ഉണ്ടാക്കരുത് എന്ന് പറയാണ്. ബട്ട് ഷീ സീസ് യു തിങ്ക് ദ ടോക്ക് ഇസ് ഓൾ, I must go somewhere out of this house. How can I make you? എങ്ങനെയാണോ ഞാൻ തന്നെ പറഞ്ഞ് മനസ്സിലാക്കുക എന്ന ആ ഒരു ഫീലിലാണ്. ഷീ കാൻ't even fathom how he can easily get over that child, the death of a loving child, the firstborn. പിന്നെ അവൾ ചോദിക്കുന്നുണ്ട്, നീ എങ്ങനെയായി പോണേ, ഞാൻ നിന്നെ ഷിയർ പ്രഷർ ചെലുത്തി നിന്നെ കൊണ്ടുവരൂട്ടോ എന്ന് പറയുന്നുണ്ട്. പക്ഷേ അവളത് കേൾക്കുന്നില്ല, അവൾ ജസ്റ്റ് പോവാണ്. അപ്പോൾ ആ ഒരു ഫീലിംഗ്, ക്ലിയർ ഫീലിംഗ് എന്താണ് എന്ന് മനസ്സിലാക്കി തരികയാണ് ഒരു റോബർട്ട് ഫ്രോസ്റ്റ്.
സംഭവം ചോദിക്കുമ്പോൾ എന്താണ് ഈ പോയിന്റ് ചോദിക്കുമ്പോൾ ക്ലിയർലി സിംഗിൾ ലെയേർഡാണ്. ഒരു കോൺവെർസേഷൻ ബിറ്റ്വീൻ എ ഹസ്ബൻഡ് ആൻഡ് എ വൈഫ് who no longer loves themselves, and the wife just moans about because she lost her one and only child. പക്ഷെ ഇതിൻ്റെ ഉള്ളിൽ ഒരു ഹ്യൂമൻ ഇമോഷൻ, ഹ്യൂമൻ നേച്ചറാണ് കാണിക്കുന്നത്. ആൻഡ് എനിക്കറിയില്ല, ഐ എം എ മാൻ, പക്ഷെ ഡീപ്പ് ഡൗൺ വി കാൻ ജസ്റ്റ് ടോട്ടലി സേ ദാറ്റ് ഷീ വാസ് റൈറ്റ്. കാരണം men doesn't always show his emotions completely. ചിലപ്പോൾ ആൾക്ക് തോന്നിക്കാണില്ലേ, ദിസ് മൈറ്റ് ബി മൈ ലാസ്റ്റ് ചാൻസ്, ഓർ ദിസ് മൈറ്റ് ബി ദ ലാസ്റ്റ് തിങ് ദാറ്റ് ഐ ക്യാൻ ഡു ടു മൈ ചൈൽഡ്, ഡു ഫോർ മൈ ചൈൽഡ്. അതുകൊണ്ടാണ് ആളുടെ മകൻ്റെ ഗ്രേവ് അല്ലെങ്കിൽ മകളുടെ ഗ്രേവ് സ്വന്തമായിട്ട് കിളച്ചതാവില്ലേ. അപ്പോൾ ഹീ നോസ് ദാറ്റ് ലൈഫ് ഈസ് സച്ച് ആൻഡ് സച്ച്. He's a farmer. He has seen scenarios that one gets rot and another blooms. But one can never ever feel that feelings or get that feelings of a mother who has lost her child. അതിപ്പോൾ ആ മകൻ അല്ലെങ്കിൽ മകള് മരിച്ചു കഴിഞ്ഞിട്ട് ഒരു 100 കുട്ടി ഉണ്ടായി കഴിഞ്ഞാലും ആൻഡ് she's so happy with all of them, annalum deep down she will have that feeling that she lost her child. അപ്പം അങ്ങനെ ഒരു ഡീപ്പായിട്ടുള്ളൊരു ഫീലിംഗ് തരുന്ന ഒരു ഇമോഷണൽ ആയിട്ടുള്ള റോബർട്ട് ഫ്രോസ്റ്റിൻ്റെ പോയംസ് കുറവാണ്. നമുക്ക് പഠിച്ചിട്ടുള്ളത് വെറും നേച്ചർ പോയംസ് ആണ്. ബട്ട് ഹിയർ ഇസ് എ ബ്യൂട്ടിഫുൾ എക്സാമ്പിൾ ഓഫ് ഹ്യൂമൻ നേച്ചർ, എ ബ്യൂട്ടിഫുൾ എക്സാമ്പിൾ ഓഫ് ഹൗ റോബർട്ട് ഫ്രോസ്റ്റ് has looked into the life of people. ഇത് ക്ലിയർലി ലൈഫ് പോർട്രേ ചെയ്യുന്ന ഒരു പോയമാണ്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഈ പോയത്തിന് എക്സ്പ്ലനേഷൻ ആവശ്യമില്ല എന്ന് വിചാരിക്കുന്നു. ബട്ട് സ്റ്റിൽ ഇഫ് യു ഹാവ് any doubts or any addition to this information, just comment below. Thank you.